സ്വാഗതം ടോപ് 10ലേക്ക്. മദ്യത്തിനൽപ്പം വീര്യം കുറഞ്ഞാലും ഭരണ പ്രതിപക്ഷ വാക്പോരുകൾക്കും തർക്കങ്ങൾക്കും വീര്യം കുറയുന്നതേയില്ല. പറഞ്ഞു വരുമ്പോൾ UDF സർക്കാർ മാത്രമല്ല, മുൻ LDF സർക്കാരും ബെക്കാഡിയുടെ വഴിയെ തന്നെയായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു 2021 അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് ബെക്കാഡി കമ്പനി നൽകിയ കത്തിലെ പുറത്തുവന്ന വിശദാംശങ്ങൾ. ഒന്നും രണ്ടും പിണറായി സർക്കാരുകളിലേക്ക് തന്നെയാണ് കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. തർക്കങ്ങൾ മാറ്റി നിർത്തിയാൽ ആത്യന്തികമായി അറിയേണ്ടത് BD ബജറ്റിൽ വെച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവെന്ന നയം നടപ്പിലാകുമോ ഇല്ലയോ എന്നതാണ്. വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ടോപ് 10 ഹെഡ്ലൈൻസ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതിയിൽ ചട്ടത്തിലെ ഭേദഗതിക്ക് തുടക്കം കുറിച്ചത് ഇടതു സർക്കാരിന്റെ കാലത്തെന്ന് രേഖകൾ. പുറത്തുവന്നത് ആവശ്യമുന്നയിച്ച് ബെക്കാഡി കമ്പനി എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് നൽകിയ കത്ത്. മദ്യനയത്തിലും കരിമണലിലും UDFിൽ ഭിന്നത. ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്ന് VM സുധീരൻ. UDF ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി M ലിജു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. മാസപ്പടി കേസിൽ പിണറായിയുടെ മകൾ വീണ തൈക്കണ്ടിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ED വിട്ടയച്ചത് 10 മണിക്കൂറിന് ശേഷം. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകണം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കക്ഷി ചേർന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജില്ലാ പ്രോസിക്യൂട്ടറെ മാറ്റി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട മ്യൂസിയം പോലീസ്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ പ്രോസിക്യൂട്ടർ T ഗീനാകുമാരി ഒത്തുകളിച്ചുവെന്ന് പരാതി. FCRA ഭേദഗതി ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതെന്ന് കോൺഗ്രസ്. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഭേദഗതി അടിയന്തരമായി പിൻവലിക്കണമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. പിൻവലിക്കലെന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ. ജനാധിപത്യപരമായ അവകാശങ്ങളിലുള്ള കൈകടത്തലെന്ന് ഓർത്തഡോക്സ് സഭ. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വാണിജ്യ LPGക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്ത് നൽകി. യുദ്ധത്തിന് മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കാനും നിർദ്ദേശം. PNG കണക്ഷൻ എടുത്തവർ അത് തുടരണമെന്നും കേന്ദ്ര സർക്കാർ. അയോധ്യ രാമക്ഷേത്രത്തിലെ ക്രമക്കേടിൽ കേസെടുത്ത UP പോലീസ്. 8 പേർക്കെതിരെ FIR. നടപടി SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. വെനിസ്വേലയിൽ മിനിറ്റുകൾക്കുള്ളിൽ ശക്തമായ ഭൂകമ്പങ്ങൾ. തലസ്ഥാനമായ കാരക്കാസിനെ തകർത്തെറിഞ്ഞ് റിക്ടർ സ്കെയിലിൽ 7.2 7.5 രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങൾ. 164 മരണം സ്ഥിരീകരിച്ച് ഭരണകൂടം. 1000-ഓളം പേർക്ക് പരിക്ക്. വൻ നാശനഷ്ടങ്ങൾ. രാജ്യത്ത് അടിയന്തരാവസ്ഥ. സത്യപ്രതിജ്ഞാ വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. മേയറെ തടയാൻ ശ്രമിച്ച CPM കൗൺസിലർമാർ. സംഘർഷത്തിൽ CPM BJP കൗൺസിലർമാർക്കും വനിതാ പോലീസിനും പരിക്ക്. CPMന്റെ അഴിമതി പുറത്തുവിട്ടതിലുള്ള പ്രതിഷേധ നാടകമെന്ന് BJP. ലോകകപ്പ് ഫുട്ബോളിൽ നിർണായക മത്സരങ്ങൾ. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഇക്വഡോർ പോരാട്ടം 1:30. നോക്കൌട്ട് പ്രതീക്ഷയിൽ ഐവറി കോസ്റ്റും ഇക്വഡോറും. ഗോൾവേട്ടയിൽ ബ്രസീൽ മുന്നിൽ. സംസ്ഥാനത്തെ സമീപകാലത്തെ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട പെരുമ്പാവൂരിൽ. പിടികൂടിയത് 18 കോടി രൂപ വില വരുന്ന 17 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്. സംഘത്തിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്ന് എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്ര. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന് തുടക്കം. സ്റ്റോറി ഓഫ് ദി ഡേ. ഇത്തിരി മണ്ണിൽ ഒത്തിരി മധുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതിയിൽ ചട്ടത്തിലെ ഭേദഗതിക്ക് തുടക്കം കുറിച്ചത് ഇടത് സർക്കാരിന്റെ കാലത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. വീര്യം കുറഞ്ഞ മദ്യത്തെ പുതിയ കാറ്റഗറിയായി പരിഗണിക്കുന്നത് സംബന്ധിച്ച് ബെക്കാഡി കമ്പനി 2021 എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് അയച്ച കത്താണ് പുറത്തുവന്നത്. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിന് ഉപഭോക്താക്കൾ ഏറെയാണ് എന്നതുൾപ്പെടെ പരിഗണിക്കണമെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നികുതി വകുപ്പ് സെക്രട്ടറിക്ക് അന്ന് മന്ത്രി ഉടൻ നിർദ്ദേശം നൽകുകയും ചെയ്തു.
2021 എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് സംസ്ഥാനത്ത് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബെക്കാഡി കമ്പനി കത്തയച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന കേരളത്തിൽ ഇല്ലാത്തതിനാൽ വൻ ഇവന്റുകൾ ഗോവയിലേക്ക് മാറുന്നുവെന്നാണ് ബെക്കാഡി നൽകിയ കത്തിൽ പറയുന്നത്. വീര്യം കുറഞ്ഞ സ്ത്രീ സൗഹൃദ മദ്യം കേരളത്തിൽ ലഭ്യമാക്കുകയാണെങ്കിൽ വരുമാനം കൂടുകയും സാമ്പത്തിക പ്രതിസന്ധി മാറുമെന്ന വാദവും ബെക്കാഡി കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നിർവചനം നൽകാനും അടിയന്തരമായി വിശദമായ റിപ്പോർട്ട് നൽകാനും MV ഗോവിന്ദൻ നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. 2011 മന്ത്രി TP രാമകൃഷ്ണനും ബെക്കാഡി കത്തു നൽകിയെങ്കിലും പിന്നീട് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് LDF സർക്കാരാണെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ വ്യക്തമാക്കിയത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുടെ കാര്യത്തിൽ UDF സർക്കാരും മുന്നോട്ടു പോയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയിൽ UDF തീരുമാനം നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിന്റെ മദ്യനയത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ലെന്ന് എക്സൈസ് മന്ത്രി M ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിപണന വിഷയത്തിൽ UDF തീരുമാനമെടുക്കുമെന്നും വിഷയത്തിൽ തന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് പ്രസക്തിയില്ല എന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ മദ്യനയം സംബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ നടപടികൾ ആരംഭിക്കും. മദ്യം കേരളത്തിൽ ലോ ആൽക്കഹോളിക് ബിവറേജസ് വിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലും UDFിലും ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഇന്നലെ സംസ്ഥാനത്ത് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സൈസ് വകുപ്പിന്റെ റോൾ വരുന്നത് പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. മദ്യനയത്തിൽ പ്രതികരണവുമായി VM സുധീരൻ ശക്തമായി തന്നെ രംഗത്തുണ്ട്. UDF ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും UDFും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യം. ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്നും VM സുധീരൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. മദ്യവ്യാപനത്തോടുള്ള എതിർപ്പ് സംബന്ധിച്ച് ഇനി UDF വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഉചിതമായ മദ്യനയം കൊണ്ടുവരുമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദ്യത്തിൻ്റെ വ്യാപനവും ഉപയോഗവും കുറച്ചുകൊണ്ടുവരിക, ലഹരിക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിനും നികുതി ഈടാക്കണമെന്നതാണ് LDF നിലപാടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മദ്യമുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത്. സാമ്പത്തിക താൽപര്യം മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കരുത്. മുഖ്യമന്ത്രിയും സർക്കാരും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ സാധാരണ മദ്യങ്ങൾക്കുള്ള നികുതി ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനും സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് അതിന് ചുമത്തണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. നികുതി നിലവിലുള്ള 251% എന്നുള്ളത് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറയ്ക്കുന്നത് മദ്യത്തിൻ്റെ വ്യാപനത്തിന് കാരണമാകും. മാത്രമല്ല ഇത് മദ്യമുതലാളിമാർക്ക് വലിയ തോതിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സാർവത്രികമായി മദ്യം ഉപയോഗിക്കുന്നിടത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിന് സഹായകരമായ നിലപാടാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ആ നിലപാടിൽ മാറ്റണം. ഈ നാടിൻ്റെ ജനങ്ങളുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനം അടിച്ചേൽപ്പിക്കരുത്. വേറെ സാമ്പത്തികമായ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പൊതുവെ പറയാനുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നത് UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ബാറുകൾ അടച്ചുപൂട്ടാൻ ഇപ്പോൾ തീരുമാനമെടുക്കില്ല. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് ആലോചനയിലില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. കൊച്ചിയിൽ വിദ്യാലയങ്ങളിലെ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ട ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. മദ്യനയത്തിൽ UDF യോഗം ചേർന്നാണ് തീരുമാനമെടുക്കുകയെന്ന് വ്യക്തമാക്കിയ രമേശ് ചെന്നിത്തല ബാറുകൾ അടച്ചുപൂട്ടാൻ ഇപ്പോൾ ആലോചനയില്ലെന്നും പറഞ്ഞു. മദ്യനയത്തിൽ UDF യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ UDF തീരുമാനിക്കും. എന്ത് വേണം ഫർദറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ UDF തീരുമാനിക്കും. ബഡ്ജറ്റിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ
UDF കൂടി തീരുമാനിക്കും. മദ്യനയം ഉൾപ്പെടെയുള്ളത് മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയല്ലോ. UDF യോഗം ചേർന്ന് മദ്യനയം തീരുമാനിക്കുന്നതോടൊപ്പം ഇത് തീരുമാനിക്കും. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകില്ല. ബീച്ച് സാൻഡ് ഖനനം സ്വകാര്യ മേഖലയ്ക്ക് പാടില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ട്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു സംഭവമില്ല. തന്നെയുമല്ല, കേന്ദ്ര ഗവൺമെന്റ് 2025 ഉത്തരവുള്ളതാണ്. ബീച്ച് സാൻഡ് ഒരിക്കലും സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് അത് അപ്രായോഗികമാണ്, നടക്കാത്ത കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് 2025 നിർദ്ദേശമുള്ളതാണ്. അതുകൊണ്ട് അതില്ല. തന്നെയല്ല, ബഡ്ജറ്റിൽ ഒരിടത്തും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് ആരാ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കറിയില്ല. കൊച്ചിയിൽ വിദ്യാലയങ്ങളിലെ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ട ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സെന്റ് തെരാസസ് കോളേജിൽ നടന്ന പരിപാടി ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് വെച്ച് നടക്കുന്ന സമസ്ത സ്ഥാപക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്കിലേ നാട്ടിൽ സമാധാനമുണ്ടാകൂ. വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്താൽ കുരങ്ങിന് ഏണി വെച്ചതുപോലെയാകും. PM ശ്രീയെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ എതിർത്തതാണ്. PM ശ്രീ നടപ്പിലാകാതിരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ തൂഫാന് സമസ്തയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. PMC പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി അന്ന് ഇവിടെ പ്രതിപക്ഷത്തായിരുന്നവർ ഇപ്പോൾ ഭരണപക്ഷത്ത് വന്നിരിക്കുന്നു. ഈ രണ്ട് വിഭാഗവും ഒരുപോലെ എതിർത്ത വിഷയമായതുകൊണ്ട് ആ തീരുമാനത്തിനെതിരെ ഇന്ന് ഗവൺമെൻറ് കൊണ്ടുവരും. വീര്യം കുറഞ്ഞ മദ്യനയത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണെന്ന് മന്ത്രി KM ഷാജി. മുന്നണിയിൽ ഒരു കക്ഷിക്കും മദ്യനയത്തിൽ എതിർപ്പില്ല എന്നും KM ഷാജി. PM ശ്രീ വിഷയത്തിൽ സമുദായ സംഘടനകൾക്ക് അവരവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും കേന്ദ്ര സർക്കാരുമായി മത്സരത്തിനില്ല എന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലാ വിഭജനത്തിൽ മന്ത്രിയായതിനാൽ വേണമെന്നോ വേണ്ടെന്നോ ഇപ്പോൾ അഭിപ്രായം പറയാനില്ല എന്നും KM ഷാജി വ്യക്തമാക്കി. ലീഗ് മുന്നണിയുടെ നിലപാടിൻ്റെ കൂടെയാണ്, അത്രേ ഉള്ളൂ. മുസ്ലിം ലീഗിനായിട്ട് വേറെ നിലപാടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ മുന്നണിയുടെ അകത്തേ പറയുള്ളൂ. പുറത്തു പറയാനുള്ളത് ലീഗ് പറഞ്ഞു കഴിഞ്ഞു. അത് മന്ത്രിസഭയിൽ വന്ന മുഖ്യമന്ത്രിയുടെ കമന്റിനപ്പുറത്തേക്ക് ഒരഭിപ്രായം ഇപ്പം ഞങ്ങൾക്ക് പറയാനില്ല. ഏതുവരും പറഞ്ഞോട്ടെ, ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഓരോരുത്തർ അഭിപ്രായം പറയും, അതിനൊന്നും വേദനാവേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് അഭിപ്രായം, അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റി പറയേണ്ടതുണ്ടെങ്കിൽ ഞാനല്ല പറയേണ്ടത്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം ഇന്നലെ അവിടെ സഭയിലില്ലേ, ഒന്ന് പിന്നെ മുഖ്യമന്ത്രിനെ ചെറുതായി തോണ്ടാവുന്ന അകലല്ലേ ഉള്ളൂ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. ഇന്നലെ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ലഭ്യമായതിന് പിന്നാലെയാണ് ED വീണയെ വിളിച്ചു വരുത്തിയത്. വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, 10 മണിക്കൂറോളം നീണ്ടുന്ന ചോദ്യം ചെയ്യൽ, പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് EDക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട് ഹാജരാകാനായി. വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 9:30 വീണ ടി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിയത്. 9:10 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 9.5 മണിക്കൂറോളമാണ് ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത്. ഇത് 2ാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത്. വീണ്ടും ഹാജരാകാനായിട്ട് വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയായിരിക്കും വീണ വീണ്ടും ഹാജരാകേണ്ടത്. കഴിഞ്ഞ ദിവസം SFIO നൽകിയിട്ടുള്ള അനുബന്ധ ഡോക്യുമെന്റുകളെല്ലാം തന്നെ, കുറ്റപത്രത്തോട് അനുബന്ധിച്ച് നൽകിയ ഡോക്യുമെന്റുകളെല്ലാം തന്നെ EDക്ക് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ വീണയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. നേരത്തെ 29-ാം തീയതി ഹാജരാകാമെന്നായിരുന്നു വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന CMRL ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അവരുടെ മൊഴികൾ, ഒപ്പം തന്നെ SFIOയുടെ കയ്യിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ ഡോക്യുമെന്റുകൾ, ഇവയുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. പ്രധാനമായും ഈ CMRLന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള പണം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയെങ്കിലും നടന്നിട്ടുള്ളൂ, അത് എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾക്ക് വീണ അറിയില്ല എന്ന മറുപടി നൽകിയിരുന്നു. ചില ഡോക്യുമെന്റുകൾ ഇല്ല എന്ന് മറുപടി നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ന് വീണ്ടും വീണയെ വിളിപ്പിച്ചത്. ഇനി വീണ്ടും അടുത്ത ആഴ്ച വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
വിനയെ വീണ്ടും ഇ ഡി വിളിപ്പിക്കുമെന്ന വാർത്ത റിപ്പോർട്ട് തന്നെയാണ് അശ്വതി നൽകുന്നത്. എന്തായാലും രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു ബാക്കിപത്രം അതാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പിണറായി വിജയനെ തകർക്കാനാണ് ഇ ഡിയുടെ നീക്കമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിക്കുകയാണ്. കേസ് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ പിണറായിയെ കൊടുക്കാമെന്ന് കരുതണ്ട, വീണ പ്രതിയാണെങ്കിൽ എന്തിനാണ് പിണറായിയെ തടഞ്ഞു വെക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. എക്സാലോജിക്കും CMRL പ്രശ്നം രണ്ടും രണ്ട് കമ്പനികളാണ്. ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ കമ്പനികൾ തമ്മിൽ തീരണം. അതാണ് അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതിനാരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും എന്ന് നിലപാട് ഇടിയെടുത്ത്. ഞങ്ങളുടെ പ്രശ്നം CPM-നെ ഇതിൻ്റെ ഭാഗമായിട്ട് പിടികൂടി തകർക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരായി ഉള്ള വലിയ സംഘടിതമായ നീക്കം ED-യുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകന് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂട്ടർ T. ഗീനാകുമാരിക്കെതിരെ പോലീസ്. കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചതായി തിരുവനന്തപുരം സിറ്റി പോലീസ് വ്യക്തമാക്കി. ഗീനാകുമാരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പരാതി നൽകാനാണ് സിറ്റി പോലീസിന്റെ തീരുമാനം. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇതാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കത്തും നൽകും. അതേസമയം ഇനി മുതലുള്ള കേസ് നടപടികളിൽ കക്ഷി ചേരാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് ED അഭിഭാഷകർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകും. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 25 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 9ാം പ്രതി കടകംപള്ളി സ്വദേശി ഹരീഷ് കുമാറിനാണ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പ്രതിയുമായി ഒത്തുകളിച്ചതാണ് ജാമ്യം ലഭിക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് കത്തു നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പരാതി നൽകാനാണ് പോലീസ് തീരുമാനം. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും പോലീസ് ആവശ്യപ്പെടും. അതേസമയം ഇനി മുതലുള്ള കേസ് നടപടികളിൽ കക്ഷി ചേരാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് ED അഭിഭാഷകർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകും. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിലെ പോലീസിന്റെ എതിർപ്പ് കോടതി ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇത് അവഗണിച്ചാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി കേസിൽ പ്രതിയെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്ന നിലപാട് എടുത്തത്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചത്. CPM ബന്ധമുള്ള ഗീനാകുമാരിയെ ഇടത് സർക്കാരിന്റെ കാലത്താണ് പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. എന്നാൽ ഹരീഷ് കുമാറിന്റെ കേസിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചിരുന്നില്ല എന്നാണ് ഗീനാകുമാരിയുടെ വാദം. അവസാന നിമിഷമാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ എത്തിച്ചതെന്നും ഗീനാകുമാരി പറയുന്നു. ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ ആശങ്കയിലാണ്. ED ഉദ്യോഗസ്ഥർ സിറ്റി പോലീസ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. കേസിൽ കക്ഷി ചേരാൻ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. FCRA ചട്ട ഭേദഗതിയിൽ കടുത്ത വിയോജിപ്പുമായി കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഭേദഗതിയെന്നും നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ പുതിയ ചട്ടഭേദഗതികൾക്കെതിരെ രാഷ്ട്രീയ, സാമൂഹിക, മത, സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെ ഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പുതിയ ഭേദഗതികൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP-യാണ് കത്തയച്ചത്. ചെറുകിട NGO-കളെ നിരീക്ഷിക്കാനും സാമ്പത്തികമായി തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് കത്തിൽ ആരോപിക്കുന്നു. റദ്ദാക്കിയതോ കാലഹരണപ്പെട്ടതോ ആയ സംഘടനകളുടെ സ്വത്തുക്കളും ആസ്തികളും പിടിച്ചെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളെക്കുറിച്ചുള്ള ആശങ്കയും KC പങ്കുവയ്ക്കുന്നുണ്ട്. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. എന്നാൽ ഭേദഗതികൾ ആരെയും ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും സന്നദ്ധ സംഘടനകളുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണെന്നുമുള്ള നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. പുതിയ ഭേദഗതികൾ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്നതെന്നും ചട്ടഭേദഗതികൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂൺ 28 ഞായറാഴ്ച കത്തോലിക്ക സഭ രാജ്യവ്യാപകമായി പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത TV. FCRA വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി ജനാധിപത്യപരമായ അവകാശങ്ങളിലുള്ള
കൈകടത്തലെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമേ ഭേദഗതിയുമായി മുന്നോട്ട് പോകൂവെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ല. ഓർത്തഡോക്സ് സഭയുമായി ഒരു തരത്തിലുമുള്ള കൂടിയാലോചനകളും നടന്നിട്ടില്ല. FCRA അക്കൗണ്ട് ഉടമകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പബ്ലിക്കേഷനുകളും ഓഡിറ്റ് ചെയ്യാനുള്ള നീക്കം സംശയാസ്പദവും മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം മാറിയതോടെ രാജ്യത്ത് വാണിജ്യ LPGക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കിയിരിക്കുന്നു. സംഘർഷ സാഹചര്യത്തിന് മുൻപുള്ള ഒരു അവസ്ഥ അത് പുനഃസ്ഥാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. LPG പ്രതിസന്ധി ഒഴിഞ്ഞതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കുറയുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തവർ അത് തുടരണമെന്ന നിർദ്ദേശവും കേന്ദ്രം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ നീക്കിയെന്നറിയിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി നീരജ് മിത്തൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഔദ്യോഗികമായി കത്തയച്ചു. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുൻപുള്ള നിലയിലേക്ക് സ്ഥാപിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തീരുമാനിച്ചതോടെ ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖല ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. പ്രതിസന്ധിക്ക് മുൻപുള്ള ഉപഭോഗത്തിന്റെ 50% വരെ വിതരണം പുനഃസ്ഥാപിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിച്ചതോടെയാണ് രാജ്യത്തെ LPG പ്രതിസന്ധി നീങ്ങിയത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണ നിയന്ത്രണവും വിലവർധനവും കാരണം ഹോട്ടൽ ഭക്ഷണത്തിനടക്കം വലിയ തോതിൽ ചിലവേറിയിരുന്നു. മാത്രവുമല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്കായി പാചകവാതക ലഭ്യത തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനാണ് വാണിജ്യ LPG വിതരണത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വാണിജ്യാവശ്യങ്ങൾക്കായി ദീർഘകാല പരിഹാരമെന്ന നിലയിൽ PNG അഥവാ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനിലേക്ക് മാറണമെന്ന നിർദ്ദേശം കേന്ദ്രം ആവർത്തിച്ചിട്ടുണ്ട്. PNG കണക്ഷൻ നിലവിലെടുത്തവർ അത് തുടരണമെന്നും കേന്ദ്രം അറിയിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മാസം 9-ന് കേന്ദ്ര സർക്കാർ വൻ വെട്ടിക്കുറവ് വരുത്തിയിരുന്നു. ഒരു വർഷം ലഭിച്ചിരുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 4 പരിമിതപ്പെടുത്തിയത് അങ്ങനെ തന്നെ തുടരും. പാവപ്പെട്ട കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ ശരാശരി വാർഷികോപയോഗം കണക്കിലെടുത്താണ് ഈ പുതിയ പരിഷ്കരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, അമൃത TV. അയോധ്യ ക്ഷേത്ര ഫണ്ട് വെട്ടിപ്പിൽ കേസെടുത്ത UP പോലീസ് 8 പേർക്കെതിരെയാണ് FIR. ക്ഷേത്ര ട്രസ്റ്റ് അംഗം നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകി 2 ദിവസം കഴിഞ്ഞിട്ടും യോഗി ആദിത്യനാഥ് സർക്കാർ കേസെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. RSSുമായും സംഘപരിവാറുമായും അടുത്ത ബന്ധമുള്ള നേതാക്കൾ ഉൾപ്പെട്ട ട്രസ്റ്റാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. കാണിക്ക എണ്ണിത്തിട്ടപ്പെടുത്തുന്നതും സംഭാവനകൾ കൈകാര്യം ചെയ്യുന്നതും ഈ ട്രസ്റ്റിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. എന്നാൽ സംഭാവനയായി ലഭിക്കുന്ന പണത്തിലും മറ്റ് സാധനങ്ങളിലും വലിയ രീതിയിലുള്ള തിരിമറി നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നതോടെ ട്രസ്റ്റിനെ ഭരണപരമായ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തുടർന്ന് ചുമതല ജില്ലാ മജിസ്ട്രേറ്റിന് നൽകുകയായിരുന്നു. വെനസ്വേലയിൽ മിനിറ്റുകൾക്കുള്ളിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളിൽ 164 പേർ മരിച്ചു, 1000-ഓളം പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ കാരക്കാസിനെ തകർത്തെറിഞ്ഞ് റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. എന്തായാലും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 24,000-ലേറെ പേർ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. 125 വർഷത്തിനിടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂചലനത്തിനാണ് വെനസ്വേല ഇന്ന് സാക്ഷിയായത്. വെറും 40 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 2 ഭൂചലനങ്ങൾ ഉണ്ടായപ്പോൾ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസ് തകർന്നടിഞ്ഞു. ലോസ് പാലോസ് ഗ്രാൻഡസ്, അൽത്താമിര തുടങ്ങിയിടങ്ങളിൽ നിരവധി ബഹുനില കെട്ടിടങ്ങളും വീടുകളും തകർന്നു വീണു. സൈമൺ ബൊളീവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകരുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്തു. അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തി. കരീബിയൻ തീരത്തുള്ള മൊറോൺ മേഖലയ്ക്ക് പടിഞ്ഞാറ് കാരക്കാസിൽ നിന്ന് 168 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. 13 കിലോമീറ്റർ ആഴത്തിലാണ് ആദ്യ ചലനമുണ്ടായത്. 40 സെക്കൻഡുകൾക്ക് ശേഷം 7.5 തീവ്രതയിൽ രണ്ടാമത്തെ ഭൂചലനവും അനുഭവപ്പെട്ടു.
മൊറോണിന് 16 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു രണ്ടാമത്തെ പ്രഭവ കേന്ദ്രം. 10,000-നും 1,00,000-നും ഇടയിൽ ആളുകളുടെ ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ ജിയോളജിക്കൽ സർവേ സൂചിപ്പിക്കുന്നത്. സ്പെയിനിൽ നിന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത 1821 സൈനിക വിജയത്തിന്റെ സ്മരണയ്ക്കായി പ്രഖ്യാപിച്ച പൊതു അവധി ദിനത്തിലാണ് ഭൂചലനമുണ്ടായത്. അതിനാൽ തന്നെ ഭൂരിഭാഗം ആളുകളും വീടുകളിലായിരുന്നു. ഭൂചലനത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് വൈദ്യുതി, ഇന്ധന, ഗ്യാസ് വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഭൂചലനത്തിന്റെ പ്രകമ്പനം അയൽ രാജ്യമായ കൊളംബോയുടെ തലസ്ഥാനമായ ബൊഗോട്ട വരെ അനുഭവപ്പെട്ടു. ഭൂചലനത്തെ തുടർന്ന് വെനസ്വേലയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. സഹായിക്കാൻ US സൈന്യം സന്നദ്ധവും പൂർണ്ണ സജ്ജരുമാണെന്ന് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന CPM-BJP സംഘർഷത്തിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ 9 BJP കൗൺസിലർമാർക്കും 6 LDF കൗൺസിലർമാർക്കും പരിക്ക്. ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിൽ കയറി നാടകം കളിക്കാൻ CPM-നെ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഓഫീസിലേക്കെത്തിയ മേയർ VV രാജേഷിനെ CPM കൗൺസിലർമാർ തടഞ്ഞെങ്കിലും മേയർ ഓഫീസിലേക്ക് കയറി. ഇതോടെ CPM-BJP കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ 9 BJP കൗൺസിലർമാർക്കും 6 LDF കൗൺസിലർമാർക്കും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനാധിപത്യപരമായ സമരമാണ് നടത്തിയതെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SP ദീപക് പറഞ്ഞു. ബലം പ്രയോഗിച്ചുള്ള സമരം അനുവദിക്കില്ലെന്നും അനാവശ്യമായ പ്രകോപനമാണ് CPM കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും VV രാജേഷും പറഞ്ഞു. ജനാധിപത്യ അവകാശത്തിൽ പിന്തുണയ്ക്കുക. ഇവിടുത്തെ ജനങ്ങൾക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വരണം. അതിന് അക്രമവും അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്നത് അനുവദിക്കാൻ പറ്റില്ല. മേയർക്ക് വരണം, കൗൺസിലർമാർക്ക് വരണം, ഡെപ്യൂട്ടി മേയർക്ക് വരണം. അതിനൊന്നും തടയാനോ അല്ലെങ്കിൽ അക്രമം കാണിക്കാനോ പറ്റില്ല. കാലിന് പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കളെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, K സുരേന്ദ്രൻ തുടങ്ങിയവർ സന്ദർശിച്ചു. കോർപ്പറേഷൻ ഓഫീസിൽ കയറി നാടകം കളിക്കാൻ CPM-നെ അനുവദിക്കില്ലെന്നും കോർപ്പറേഷനിൽ CPM നടത്തിയ അഴിമതി മേയർ പുറത്തു കൊണ്ടുവന്നതോടെ CPM-ന്റെ നാടകം പ്രതീക്ഷിച്ചതാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതിൽ എനിക്ക് ഒന്നോ രണ്ടോ കാര്യം CPM-ന്റെ ലീഡർഷിപ്പിനോട് പറയാനുണ്ട്. ഒന്നാമത്, CPM-ന് കോൺഗ്രസ് സ്പീക്കറിൻ്റെ ഓഫീസിൽ പോയി കലാപവും നാടകവും ചെയ്യാൻ സാധിക്കും. പക്ഷേ BJP മേയറിൻ്റെ ഓഫീസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ കലാപവും നാടകം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട്, അത് സഖാവ് പിണറായി വിജയനാണോ ഏത് സഖാവാണെങ്കിൽ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന CPM കൗൺസിലർമാരെ CPM നേതാക്കളും സന്ദർശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോകകപ്പിൽ ഇനി നിർണായക മത്സരങ്ങളാണ്. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഇക്വഡോർ പോരാട്ടം 1:30 നടക്കും. നോക്കൌട്ട് പ്രതീക്ഷയിലാണ് ഐവറി കോസ്റ്റും ഇക്വഡോറും ഇന്നിറങ്ങുന്നത്. ഇക്വഡോർ 1:30 കുറസോയെ നേരിടും. ഗ്രൂപ്പ് F-ൽ പുലർച്ചെ ട്യൂണീഷ്യ നെതർലാൻഡ്സിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ സ്വീഡൻ പോരാട്ടം നടക്കും. ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീൽ നോക്കൌട്ടിൽ എത്തി.